ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഡോബ് ഇല്ലുസ്ട്രേറ്റർ ആണ്. അത് തികച്ചും വേറൊരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഫോട്ടോഷോപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇല്ലുസ്ട്രേറ്റർ നമുക്ക് പാരലായിട്ട് തന്നെ നമ്മുടെ ചാനലിനകത്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് കാണാം. ഏവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ഇല്ലുസ്ട്രേറ്റർ എന്ന് ചോദിച്ചാൽ, ഒരു വെക്റ്റർ ബേസ്ഡ് ഡിസൈൻ ടൂൾ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ വെക്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് വേണേൽ പറയാം. എന്താണ് വെക്റ്റർ ബേസ്ഡ് എന്ന് ചോദിച്ചാൽ, പോയിൻറ്റുകളും ലൈനുകളും ഷേപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനാണ് വെക്റ്റർ ബേസ്ഡ് എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇല്ലുസ്ട്രേറ്ററിനകത്ത് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഗോ, ഐക്കൺസ്. ലോഗോ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്തൊക്കെയാണെന്ന്. ഐക്കൺസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഐക്കൺ ആയാലും ഇല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ടൂൾസാണ് നമുക്ക് വേണ്ട, ടൂൾസിൻ്റെ കുറേ ഐക്കൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഇതിനകത്ത്. അതുപോലെ ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകളുടെ ചിത്രം, അല്ലെങ്കിൽ നേച്ചർ, അല്ലെങ്കിൽ സിറ്റീസ്, അല്ലെങ്കിൽ എന്താ പറയുക, കൊമിക് ബുക്കുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ പോസ്റ്റേഴ്സുകൾ, ഫ്ലയേഴ്സ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലയേഴ്സ് തരും അല്ലേ, നമുക്ക് നോക്കാനായിട്ടുള്ളത്. മെനു കാർഡ് പോലുള്ള കാര്യങ്ങൾ തരും. ഇതെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ബിസിനസ് കാർഡുകൾ, ബ്രോഷേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അഡോബ് ഇല്ലുസ്ട്രേറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെക്റ്റർ ഗ്രാഫിക്സ് ആണ് ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും പറ്റും, ക്വാളിറ്റി നഷ്ടപ്പെടാതെ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലോഗോ തന്നെ ഇല്ലുസ്ട്രേറ്ററിനകത്തും ഫോട്ടോഷോപ്പിനകത്ത് ഇട്ട് നമുക്ക് നോക്കാം. ഇല്ലുസ്ട്രേറ്ററിനകത്ത് ഇട്ട ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ആ ലോഗോയുടെ മാക്സിമം സൂമിൻ ചെയ്ത് നോക്കുകയാണ്. സൂമിൻ ചെയ്ത് അങ്ങേ അറ്റം ചെന്ന് കഴിഞ്ഞാലും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. എഡ്ജ് എന്ത് ചെയ്യുന്നു, കറക്റ്റ് ഷാർപ്പായിട്ടിരിക്കുന്നതായിട്ട് കാണാം. അത് ഈ കോർണറിൽ ചെന്ന് കഴിഞ്ഞാലും അതിൻ്റെ എഡ്ജിന് എന്ത് ചെയ്യുന്നു, മാറ്റമൊന്നുമില്ല. എഡ്ജ് ഷാർപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോട്ടോഷോപ്പിനകത്ത് പോയി നോക്കാം അതിനെന്താണ് വ്യത്യാസം. ഫോട്ടോഷോപ്പിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സൂമിൻ ചെയ്ത് അങ്ങേ അറ്റം ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, അത് എഡ്ജ് പൊട്ടുന്നതായിട്ട് കാണാം. എന്ന് വെച്ചാൽ പിക്സലൈറ്റ് ആവുന്നതായിട്ട് കാണാം. അത് ബ്ലറി ആയിട്ടിരിക്കുന്നതായിട്ട് കാണാം. പിക്സൽ നമുക്കവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ റാസ്റ്റർ എന്നാണ് വിളിക്കുന്നത് ഫോട്ടോഷോപ്പിനെ. ഇല്ലുസ്ട്രേറ്ററിനെ നമ്മൾ വെക്റ്റർ എന്നും വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് നമ്മൾ റീസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ വെബ്സൈറ്റിനകത്ത് ഐക്കണായിട്ട് കൊടുക്കേണ്ടി വരുവാണെങ്കിലോ, അല്ലെങ്കിൽ ബിൽ ബോർഡിനകത്ത് വലിയ ബാനറുകളിലൊക്കെ കൊടുക്കേണ്ടി വരുവാണെങ്കിലോ, നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഇതിനകത്ത് പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇതിനകത്ത് ലെയറുകൾ അല്ല ക്രിയേറ്റ് ആകുന്നത്. ലെയറുകൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പാത്തുകളാണ് ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. നമ്മൾ ലെയറുകൾ ഇടേണ്ട ആവശ്യം വരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി തന്നെ പാത്തുകളായിട്ട് ക്രിയേറ്റ് ആയിക്കോളും. ഓക്കെ, നമുക്ക് ഫോട്ടോഷോപ്പ് ഇല്ലുസ്ട്രേറ്ററുമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് പിക്സൽ ബേസ്ഡ് ആണ് ഇരിക്കുന്നത്. സൂമിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ് ആ പിക്സൽ എന്താണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കൂടുതലും പറയുന്ന റാസ്റ്റർ ബേസിക്സ് എന്നാണ്, റാസ്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്നാണ് ഫോട്ടോഷോപ്പിനെ പറയുന്നത്. ഇല്ലുസ്ട്രേറ്റർ വെക്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ, അത് ഞാൻ നേരത്തെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത് ഫോട്ടോ എഡിറ്റിങ്ങിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്ററുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാനറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഉപയോഗം അനുസരിച്ചാണ്. കാര്യം ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ബാനർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അന്നേരം അത് വലിപ്പം കൂടേണ്ടതായിരുന്നു എന്ന്, അതായത് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല ഫോട്ടോഷോപ്പിനകത്ത്. എന്നാൽ ഇല്ലുസ്ട്രേറ്ററിനകത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് ഓപ്ഷനുണ്ട്. നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും നമുക്ക് പറ്റും ഗ്രാഫിക് ഡിസൈനെ സംബന്ധിച്ചിടത്തോളം. അതാണ് ബെസ്റ്റ് ഫോർ ഗ്രാഫിക് ഡിസൈൻ ഇല്ലുസ്ട്രേറ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് സൂമിൻ ചെയ്യുമ്പോൾ ഈ ഇമേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, സൂമിൻ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ബ്ലറി ആകുന്നതായിട്ട് കാണാം. എന്നാൽ ഇവിടെ നോക്കിയാൽ എത്ര സൂമിൻ ചെയ്ത് കഴിഞ്ഞാലും അത് ഷാർപ്പായിട്ട് തന്നെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ അടുത്തത് കൂടുതലും ഡിജിറ്റൽ പെയിൻറ്റിങ്ങിനൊക്കെ ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും റീടച്ച് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യത്തിന് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഷോപ്പ് തന്നെയാണ്. മറ്റേത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇല്ലുസ്ട്രേറ്റർ അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലോഗോ, ഐക്കൺസ്, ഇല്ലുസ്ട്രേഷൻസ്, ബ്രോഷേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് PSD, JPG, PNG പോലുള്ള ഫയൽ ഫോർമാറ്റുകളാണെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിനകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് AI അഡോബ് ഇല്ലസ്ട്രേറ്റർ അതുപോലെ തന്നെ SVG പോലുള്ള ഫോർമാറ്റുകളുണ്ട്. അത് കൂടുതലും യൂസ് ചെയ്യുന്ന അനിമേഷൻ ചെയ്യേണ്ടി വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ സോഫ്റ്റ്വെയറിനകത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ ചലിപ്പിക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരാളിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് ടയർ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലസ്ട്രേറ്ററിനകത്ത് അത് ക്രിയേറ്റ് ചെയ്ത ശേഷം അനിമേഷനകത്ത് കൊണ്ടുപോയിട്ടിട്ട് ടയർ കറക്കാൻ നോക്കും, അല്ലെ ആളിനെ നടത്താൻ നോക്കും. അപ്പോൾ ഓൾറെഡി ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു വെക്ടർ ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇല്ലസ്ട്രേറ്ററിനകത്തും അത് ചലിപ്പിക്കുന്നത് മറ്റൊരു സോഫ്റ്റ്വെയറിനകത്തായിരിക്കും. അപ്പോൾ അതിനൊക്കെയാണ് SVG പോലുള്ള ഫയലുകൾ നമുക്ക് വേണ്ടി വരുന്നത്. പിന്നെ PDF നിങ്ങൾക്ക് അറിയാവുന്നതാണ്. PDF അതൊക്കെയാണ് ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ഓക്കെ.